വളരെ ബേസിക് ആയിട്ടുള്ള ബേസ് ലൈനിൽ നിന്നായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത് GK ചോദിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ. 1920 കൊൽക്കത്ത INC സെക്ഷനിൽ മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആരംഭിച്ച ആദ്യത്തെ മാസ് അജിറ്റേഷൻ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഹായ് കൂട്ടുകാരെ, എൻട്രി ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് വിശ്വനാഥ്. അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിളിന്റെ പരീക്ഷ അല്ലയോ ഉടനെ എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് SSC GD കോൺസ്റ്റബിളിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനാണ്. അത് ജനറൽ നോളജിൽ നിന്നുള്ള കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ SSC GD കോൺസ്റ്റബിൾ വളരെ ബേസിക് ആയിട്ടുള്ള ബേസ് ലൈനിൽ നിന്നായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത് GK ചോദിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇന്ത്യൻ ജിയോഗ്രഫി ആയിക്കോട്ടെ, അല്ലെ, ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. കറണ്ട് അഫേഴ്സും കൂട്ടുകാർ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. ആ രീതിയിൽ എന്ത് ചെയ്യപ്പെടണം, ഈ PYQ പഠിച്ചുകൊണ്ട് പോകണം. നമ്മുടെ ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇപ്പോൾ GD കോൺസ്റ്റബിൾ അല്ല, ഇനി അത് എന്താണ് ഈ ഒരു വലിയ ഒരു കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലായിക്കോട്ടെ, ഗ്രാജുവേറ്റ് ലെവലായിക്കോട്ടെ, എഴുതുന്നതിന് PYQന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. സോ PYQ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പല കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. ആരായിരുന്നു? BR അംബേദ്കർ. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭീമറാവു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നത് 1949 നവംബർ 26-നാണ്. അതായത് 1949 നവംബർ മാസം 26-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് അപ്രൂവ് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടന അപ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, നാഷണൽ ലോ ഡേ ഒക്കെ എന്നാണ്? നവംബർ 26 ആണെന്നുള്ള കാര്യം കൂട്ടുകാർ മറക്കരുത്. അപ്പോൾ ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ പറയണം? BR അംബേദ്കർ ആണ്. ചോദ്യത്തിന് ഉത്തരം എന്താണ്? BR അംബേദ്കർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് അപ്രൂവ്ഡ് ഇൻ വിച്ച് INC സെക്ഷൻ? ഇത് വളരെ പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, മലയാളം പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം, മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആരംഭിച്ച ആദ്യത്തെ മാസ് അജിറ്റേഷൻ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ മാസ് അജിറ്റേഷൻ, അതായത് ഒരു ജനകീയ സമരം, ആദ്യത്തെ ജനകീയ സമരമാണ് ഇന്ത്യയുടെ എന്ന് പറയപ്പെടുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധിജി 1915 ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഒരുപാട് അജിറ്റേഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ചമ്പാരൻ, അഹമ്മദാബാദ് മില്ല്, ഖേദ, ഇല്ലയോ, ജാലിയൻ വാലാബാഗ് മസാക്കറിനെതിരെയുള്ള സത്യാഗ്രഹ. പക്ഷേ അതൊന്നും ഒരു മാസ് അജിറ്റേഷൻ ആയിരുന്നില്ല. പല അജിറ്റേഷൻസും എന്തായിരുന്നു? ഒരു റീജിയണൽ സ്വഭാവം ഉള്ളതായിരുന്നു, പ്രാദേശിക സ്വഭാവം ഉള്ളതായിരുന്നു. പക്ഷെ ഇന്ത്യ ഒട്ടുക്ക് പടർന്നു പന്തലിച്ച മഹാത്മാഗാന്ധിജിയുടെ ആദ്യത്തെ മാസ് അജിറ്റേഷൻ എന്ന് പറയപ്പെടുന്ന ഏതായിരുന്നു? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിജി ആദ്യമായിട്ട് ഒരു പ്രമേയം കൊണ്ടുവരുന്നു, റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത് 1920 തന്നെ കൊൽക്കത്ത INC സെക്ഷനിലാണ്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം പേര് സൂചിപ്പിക്കുന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ എന്ത് ചെയ്യപ്പെടുക, പല കാര്യങ്ങളിലും എന്ത് ചെയ്യപ്പെടുക, നിസ്സഹകരണ മനോഭാവം ഇന്ത്യക്കാർ കാത്തു സൂക്ഷിക്കുക. ഇപ്പം ഉദാഹരണത്തിന് എന്ത് ചെയ്യപ്പെടുക? ബ്രിട്ടീഷുകാരുടെ പദവികൾ രാജിവെക്കുക, ബ്രിട്ടീഷുകാരുടെ സ്കൂളുകൾ ബഹിഷ്കരിക്കുക, വിദ്യാഭ്യാസം ബഹിഷ്കരിക്കുക, അതുപോലെ ബ്രിട്ടീഷ് വസ്തുക്കൾ അല്ലെങ്കിൽ വിദേശ നിർമ്മിത വസ്തുക്കൾ എന്ത് ചെയ്യപ്പെടുക? ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. മനസ്സിലായല്ലോ? ബ്രിട്ടീഷിന്റെ സിവിൽ നിയമങ്ങൾ എന്ത് ചെയ്യപ്പെടുക? അനുസരിക്കാതിരിക്കുക എന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. വിശദമായിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1920 കൊൽക്കത്ത സെക്ഷനിൽ മഹാത്മാഗാന്ധിജി ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിനെ സംബന്ധിച്ച് എന്ത് ചെയ്യപ്പെടുകയാണ്? എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അന്ന് 1920 കൊൽക്കത്ത ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആണ്. മഹാനായ ലാലാജിയാണ്, അല്ലെ, ലാലാ ലജ്പത് റായ് ആണ്.
ലാലാ ലജ്പത് റായും മഹാത്മാഗാന്ധിജിയും അന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് തുടങ്ങി അവസാനിപ്പിക്കാൻ പറ്റുന്ന മൂവ്മെന്റ് അല്ല. ഇതിന് രാജ്യത്ത് എന്ത് ചെയ്യപ്പെടണം, വളരെ വലിയ പിന്തുണ ആർജിക്കേണ്ടതായിട്ടുണ്ട്. സോ 1920 കൊൽക്കത്ത INC സെക്ഷനിൽ മഹാത്മാഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രചരണം സംഘടിപ്പിക്കാനായിട്ട് INC തീരുമാനിക്കുന്നു. അതിനുശേഷം 1920 അതേ വർഷത്തിൽ തന്നെ നാഗ്പൂരിൽ വെച്ച് നടന്ന INC സെക്ഷനാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് എന്ത് ചെയ്യപ്പെടുന്നത്, അപ്രൂവ് ചെയ്യുന്നത്. അതായത് കൊൽക്കത്ത INC സെക്ഷനും നാഗ്പൂർ INC സെക്ഷനും ഇടയ്ക്ക് രാജ്യത്ത് മഹാത്മാഗാന്ധിജി നടത്തിയ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ 1920 നാഗ്പൂർ സെക്ഷൻ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ഇത് നടത്താം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എന്ത് ചെയ്യപ്പെടുന്നു, അപ്രൂവൽ INC കൊടുക്കുന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഈ നാഗ്പൂർ INC സെക്ഷൻ 1920 നാഗ്പൂർ INC സെക്ഷന്റെ പ്രസിഡന്റ് വിജയരാഘവ ആചാരി ആയിരുന്നു. ആരായിരുന്നു? വിജയരാഘവ ആചാരി. വിജയരാഘവ ആചാര്യായിരുന്നു എന്ന് പറയപ്പെടുന്ന നാഗ്പൂർ INC സെഷന്റെ പ്രസിഡന്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഹൂ പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് ഡ്രെയിൻ തിയറി, മലയാളത്തിൽ പറഞ്ഞാൽ ചോർച്ചാ സിദ്ധാന്തം. പിന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ് മുന്നോട്ട് വെച്ചത്? ദാദാഭായ് നവറോജിയാണ് മുന്നോട്ട് വെച്ചത്. എന്താണ് ഈ ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകർച്ച അതിനെ ചൂണ്ടിക്കാട്ടിയ തിയറിയാണ് ബ്രെയിൻ ഡ്രെയിൻ തിയറി. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുപരിയായിട്ട് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ തുടരുന്നത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ ഇല്ലാതാക്കുകയാണ്. ഇന്ത്യയുടെ കാർഷിക മേഖലയെ, ഇന്ത്യയുടെ വ്യവസായ മേഖലയെ, ഇന്ത്യയുടെ സേവന മേഖലയെ, ഈ 3 മേഖലകളെയും ആരില്ലാതാക്കുകയാണ്? ഘട്ടം ഘട്ടമായിട്ട് ബ്രിട്ടീഷുകാർ ഇല്ലാതെയാക്കുകയാണ് എന്ന് പറഞ്ഞ ദാദാഭായ് നവറോജിയുടെ തിയറിയാണ് എന്ന് പറയപ്പെടുന്നത് തിയറി ഓഫ് ഡ്രെയിൻ, ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം വളരെ വലിയ ഒരു സത്യമാണ്. കാര്യം എന്ന് പറയപ്പെടുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുമ്പോൾ, അതായത് 1600കളുടെ തുടക്കത്തിൽ 1600കളിലാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യപ്പെടുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത് 1608കളിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഇന്ത്യയിലത്തെ ഫാക്ടറി വരുന്നു. 1757 പ്ലാസി യുദ്ധത്തിലൂടെ ഇന്ത്യയിലെ അധികാരം പിടിക്കാനുള്ള പരിപാടിക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കം കുറിക്കുന്നു. ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് 1757 എന്നൊക്കെ പറയുമ്പോൾ ലോക സമ്പത്ത് വ്യവസ്ഥയുടെ ഏകദേശം 1/3%, അതായത് 33% സംഭാവന ചെയ്തിരുന്നത് ഇന്ത്യ ആയിരുന്നു. അതായത് ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രവിശ്യകളിലൊന്നായിരുന്നു ഇന്ത്യ. എന്നാൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 35 കോടി ജനങ്ങളുള്ള വെറും 1.25% മാത്രം വളർച്ചാ നിരക്കുള്ള, പട്ടിണിയും പരിവട്ടവും ദുരിതവും മാത്രമുണ്ടായിരുന്ന 35 കോടി ജനസംഖ്യയിൽ ഏകദേശം 70% ജനങ്ങളും പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമായിട്ട് ആക്കിയിട്ടാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യപ്പെടുന്നത്, കപ്പൽ കയറുന്നത്. അപ്പോൾ ദാദാഭായ് നവറോജി വളരെ വർഷങ്ങൾക്ക് മുമ്പേ 19ാം നൂറ്റാണ്ടിൽ തന്നെ 1860കളിൽ തന്നെ എന്തു പറഞ്ഞു, ഇതാണ് ബ്രിട്ടീഷുകാർ ഉദ്ദേശം എന്ന് പറഞ്ഞു. ആ തിയറിയാണ് തിയറി ഓഫ് ഡ്രെയിൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് ഡ്രെയിൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയണം? ദാദാഭായ് നവറോജിയാണ്. ഹീ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ്. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ, യങ്ങസ്റ്റ് പേഴ്സൺ ടു റിസീവ് ഭാരത് രത്ന. എന്താണ് ഭാരതരത്ന എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലല്ലോ. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയുടെ പേരാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഭാരത് രത്ന. ഭാരത് രത്ന ഈസ് ദി ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ. ഈ ഭാരത് രത്ന സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് 2014 ഭാരത് രത്ന ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 41 വയസ്സാണ് പ്രായം. എത്ര വയസ്സാണ് പ്രായം? 41 വയസ്സാണ് പ്രായം. ഈ 41 വയസ്സിൽ, അല്ലെങ്കിൽ എത്രയും കുറഞ്ഞ പ്രായത്തിൽ ഭാരത് രത്ന ലഭിച്ച മറ്റൊരാളില്ല.
മനസ്സിലായല്ലോ. അപ്പം യങ്ങസ്റ്റ് പേഴ്സൺ ടു റിസീവ് ഭാരതരത്ന എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തോ പറയണം? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. കായിക മേഖലയിൽ നിന്നും ഭാരതരത്ന കിട്ടിയ ഏക ആളും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഈ ഭാരതരത്നയുടെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടായിരുന്നു 2013 വരെ. ആ സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആരെ? കായിക താരങ്ങളെ എന്തിനു പരിഗണിക്കേണ്ടതില്ല? ഭാരതരത്നയ്ക്ക് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ ഒരു സ്റ്റാറ്റ്യൂട്ട്. കാര്യം കായിക മേഖലയ്ക്ക് വലിയൊരു ഓണർ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കായിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണർ എന്ന് പറയപ്പെടുന്നത് ഖേൽ രത്ന അവാർഡ് എന്നാണ്. തുടക്കത്തിൽ അതിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു. ഇപ്പോൾ അതിനെ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നറിയപ്പെടുന്നു. ആ ഖേൽ രത്ന അവാർഡ് ഉള്ളതുകൊണ്ട് ഭാരതരത്ന വേണ്ടതില്ല, എനിക്ക് കായിക താരങ്ങൾ കൺഫർ ചെയ്യേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. എന്നാൽ 2013 നവംബർ മാസത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതിന്റെ തൊട്ട് പിന്നിൽ തന്നെ അദ്ദേഹത്തിന് ഭാരതരത്ന എന്ത് ചെയ്യപ്പെട്ടു? പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ യങ്ങസ്റ്റ് പേഴ്സൺ ടു റിസീവ് ഭാരതരത്ന ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2014 അദ്ദേഹം ഭാരതരത്ന റിസീവ് ചെയ്യുന്നത്. 41 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അപ്പൊ യങ്ങസ്റ്റ് പേഴ്സൺ ആരാണ് ഭാരതരത്ന ലഭിക്കുന്നത്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് അല്ലെ. അടുത്ത എന്താണ്? ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര്? ഇല്ലയോ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര്? ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന അഗ്രേറിയൻ ഇക്കണോമിസ്റ്റ് ആണ് എന്നു പറയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് പറയപ്പെടുന്നത്. എന്താ ഈ ഹരിത വിപ്ലവം എന്ന് പറയപ്പെടുന്നത്? കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയപ്പെടുന്നത് ഹരിത വിപ്ലവം എന്ന് പറയപ്പെടുന്നത്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായിട്ടാണ് ഹരിത വിപ്ലവം നടപ്പാക്കുന്നത്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ഹരിത വിപ്ലവം നടപ്പാക്കുമ്പോൾ രാജ്യത്ത് ഭക്ഷ്യ ഉൽപാദനം എന്ത് ചെയ്യപ്പെടും? വർദ്ധിക്കും. എന്ത് വർദ്ധിക്കും? ഭക്ഷ്യ ഉൽപാദനം വർദ്ധിക്കും. അപ്പോൾ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ എന്ത് കുറയും? പട്ടിണി നിരക്ക് കുറയും. അതേപോലെ തന്നെ ഭക്ഷ്യ ഉൽപാദനത്തിൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്യപ്പെടും? സ്വയം പര്യാപ്തമാകും. ഇതാണ് ഹരിത വിപ്ലവം എന്ന് പറയപ്പെടുന്നത് അല്ലയോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. പക്ഷേ ഈ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമാൻ ബോർലോഗ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. പേരെന്താണ്? നോർമാൻ ബോർലോഗ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവം നടപ്പാക്കിയത് ഏത് രാജ്യത്താണ്? മെക്സിക്കോയിലാണ് നടപ്പാക്കുന്നത്. ഏത് രാജ്യത്താണ് നടപ്പാക്കുന്നത്? മെക്സിക്കോയിലാണ് ലോകത്ത് ആദ്യമായിട്ട് എന്ത് നടപ്പാക്കുന്നത്? ഹരിത വിപ്ലവം നടപ്പാക്കുന്നത്. ഓക്കെ. അപ്പം MS സ്വാമിനാഥന്റെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാര്യം എന്താണ്? ഇദ്ദേഹം അന്തരിച്ചു, ജീവനോടെ ഇല്ല അല്ലയോ. അദ്ദേഹം നമ്മളെ വിട്ടു പോയി. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര് എന്ന് പറയപ്പെടുന്ന ചോദ്യം എന്ത് ചെയ്തേക്കാം? ഉറപ്പായിട്ടും ചോദിക്കാം. പ്രസന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ബാങ്ക് ആണ് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ മാസം 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. എന്നാണ് ഫോം ചെയ്യുന്നത്? 1935 ഏപ്രിൽ മാസം 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യപ്പെടുന്നത്? ഫോം ചെയ്യുന്നത്. സോ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആദ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് കൊൽക്കട്ടയായിരുന്നു. എവിടെയായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ്? കൊൽക്കട്ടയായിരുന്നു. കൊൽക്കട്ടയിൽ നിന്ന് പിന്നീട് എങ്ങോട്ട് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. ദി ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റിയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? മുംബൈ അല്ലയോ. ദി ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റിയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? മുംബൈ സിറ്റി. ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് RBI അപ്പോൾ എവിടെയാണ്? മുംബൈയിലാണ്. സോ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് പേഴ്സൺ ടു മെൻഷൻ അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. മനസ്സിലായല്ലോ. ഫസ്റ്റ് പേഴ്സൺ ടു മെൻഷൻ അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശം നടത്തുന്നത് ആര് എന്ന് പറയപ്പെടുന്ന ഒരു ചോദ്യം. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലയോ, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്ന സിവിലൈസേഷനെ സംബന്ധിച്ച് ആദ്യമായിട്ട് തന്നെ ഒരു വിവരണം നമുക്ക് കിട്ടുന്നത് 1842 പുറത്തിറങ്ങിയ ഒരു ബുക്കിലൂടെയാണ്. 1842 ചാൾസ് മേഴ്സൺ എന്ന് പറയപ്പെടുന്ന ഒരു CID ഉദ്യോഗസ്ഥൻ, മനസ്സിലായല്ലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചാൾസ് മേഴ്സൺ ഒന്നും ആയിരുന്നില്ല.
ചാൾസ് മേഴ്സൺ എന്ന് പറയപ്പെടുന്ന ഒരു CID ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുമ്പോൾ രഹസ്യ പോലീസാണ്. അതിൻ്റെ ഉദ്ദേശങ്ങൾക്കാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. കാര്യം എന്താണ്, ഇന്ത്യയിലെ ഈ കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. മനസ്സിലായി, ഹിസ്റ്റോറിക്കൽ പ്രിഫറൻസ് ഉള്ള ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നു, ഇന്ത്യയിലെ നമ്മളിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സിന്ധ് പ്രവിശ്യയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, പോകുന്നു. അങ്ങനെ സിന്ധ് പ്രവിശ്യയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നു, പ്രാചീനമായിട്ടുള്ള ഇഷ്ടികകളും ഒരുപാട് നഗരങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ കാണുന്നു. കാരണം അങ്ങനെ കാണാനുള്ള കാര്യം എന്ന് പറയപ്പെടുന്നത്, ഈ ചാൾസ് മേഴ്സൺ അവിടെ എത്തുന്ന ഒരു സമയത്ത് ഇവിടെ എന്ത് ചെയ്യപ്പെടുകയായിരുന്നു, ഈ റെയിൽവേയുടെ എക്സ്കവേഷൻസ് ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് കിട്ടിയ കട്ടകളും സീലുകളും ഒക്കെ എന്താണ്, ഒരുപാട് പ്രാചീനതയുള്ള ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളായിട്ട് ചാൾസ് മേഴ്സൺ അന്നേരവേ തോന്നുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ എത്തുന്ന ഒരു കാലഘട്ടം 1826-27 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സന്ദർശനം നടക്കുന്നത്. പിന്നീട് അദ്ദേഹം ഒരുപാട് യാത്രകളൊക്കെ നടത്തി ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിച്ച്, മനസ്സിലായല്ലോ, അദ്ദേഹം നടത്തിയ യാത്രകളെ സംബന്ധിച്ച് ഒരു വിവരണം എന്ത് ചെയ്യപ്പെടുന്നു, തയ്യാറാക്കുന്നു. ആ യാത്രാ വിവരണത്തിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇന്ത്യയിൽ BC 1500-നും BC 3000-നും ഇടയ്ക്ക് എന്ത് ചെയ്തേക്കാം, ഒരു സംസ്കാരം, മനസ്സിലായല്ലോ, BC 3000-നും BC 1500-നും ഇടയ്ക്കൊക്കെ എന്ത് ചെയ്തേക്കാം, ഒരു സംസ്കാരം എന്ത് ചെയ്തേക്കാം, ഈ സിന്ധു നദീതട സംസ്കാരം എന്നുള്ള രീതി, അല്ലെങ്കിൽ സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും സാന്നിധ്യത്തിൽ ഒരു സംസ്കാരം ഉണ്ടായിരിക്കാം എന്ന് എന്ത് ചെയ്യപ്പെട്ടത്, ആദ്യമായിട്ട് 1842 ആര് പറയുന്നത്, ചാൾസ് മേഴ്സൺ പറയുന്നത്. പിന്നീടും 80 വർഷങ്ങൾ കഴിഞ്ഞ് 1921-22 വർഷങ്ങളിലാണ് സർ ജോൺ മാർഷൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന സർ ജോൺ മാർഷൽ ഔദ്യോഗികമായിട്ട് ഈ ഒരു സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം എന്നുള്ള പേര് കൊടുക്കുന്നത്. അപ്പം ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനെ സംബന്ധിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്ത വ്യക്തി ആരാണ്, ചാൾസ് മേഴ്സൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. 1842 അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വരുന്നത് 1826-27 കാലഘട്ടത്തിലാണെന്ന് മാത്രം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ജാലിയൻ വാലാബാഗ് മസാക്കർ, അല്ലയോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അല്ലെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്, 1919 April 13 എന്തായിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയപ്പെടുന്നത്? അപ്പോഴേ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം നമുക്കറിയാം 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. ആ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടൻ ഇന്ത്യയിൽ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയിരുന്നു. ആ റൗലറ്റ് കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ, ആ ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും റാഡിക്കൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലയോ, റാഡിക്കൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് സിഡ്നി റൗലറ്റ് വരുന്നത്. ആ സിഡ്നി റൗലറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് റാഡിക്കൽ മൂവ്മെന്റ് എന്ത് ചെയ്യപ്പെടുന്നു, ഉണ്ടാകുന്നു എന്ന് എന്ത് ചെയ്യപ്പെടുന്നു, പറയുന്നു. ഇതിനെ നിയന്ത്രിക്കണമെന്നും പറയുന്നു. അതിനൊരു നിയമവും ശുപാർശ ചെയ്യുന്നു. ആ നിയമത്തിന് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പേരും കൊടുക്കുന്നു. എന്ത് പേര് കൊടുക്കുന്നു? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പേരും കൊടുക്കുന്നു. ആ ആക്ട് കൊണ്ടുവന്ന ആള് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയതുകൊണ്ട് ആ ആക്ടിന്റെ ചുരുക്കപ്പേരായിട്ട് റൗലറ്റ് നിയമം പറയുന്നു. ഈ റൗലറ്റ് നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയപ്പെടുമ്പോൾ, ബ്രിട്ടീഷ് പോലീസിന് വിചാരണ കൂടാതെ ഒരു ഇന്ത്യൻ പൗരനെ എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യപ്പെടാം, തടങ്കലിൽ പാർപ്പിക്കാം. നമുക്കറിയാം, നിയമപ്രകാരം ഒരു കുറ്റവാളിക്ക് അല്ലെങ്കിൽ പ്രതിയെന്ന് പറയുന്ന ഒരാൾക്ക് കുറ്റം ചാർത്തപ്പെട്ടത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം അദ്ദേഹത്തെ എന്ത് ചെയ്യപ്പെടണം, കോടതിയിൽ ഹാജരാക്കണം. അതിവിടെ വേണ്ട. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയപ്പെടുന്ന സ്ഥലം പഞ്ചാബിലാണ്, പഞ്ചാബിലെ അമൃത്സറിലാണ്. ഈ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചതിൽ 2 പേർ അവിടെ അറസ്റ്റിലാവുന്നുണ്ട്. ഡോക്ടർ സത്യപാൽ എന്ന് പറയപ്പെടുന്ന ആളും സെയ്ഫുദ്ദീൻ കിച്ലു, 2 സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇവർ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയപ്പെടുന്ന മൈതാനത്ത്, പഞ്ചാബിലെ അമൃത്സറിലെ മൈതാനത്ത് വലിയൊരു പ്രതിഷേധ യോഗം വിളിച്ചു ചേർക്കുകയാണ്. ആ പ്രതിഷേധ യോഗത്തിൽ 10,000-ലധികം ആൾക്കാർ എന്ത് ചെയ്യപ്പെടുന്നു, പങ്കെടുക്കുന്നു. ഈ യോഗം എന്ത് ചെയ്യപ്പെടുകയാണ്, പഞ്ചാബിലെ ഗവർണറായി, മനസ്സിലായ, പഞ്ചാബിലെ ഗവർണർ എന്ത് ചെയ്യപ്പെടുന്നത്, ഈ യോഗം
വിലക്കുകയാണ്, അതായത് യോഗം നിരോധിക്കുകയാണ്. 144 പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്യപ്പെടുകയാണ്, ആ യോഗം എന്ത് ചെയ്യപ്പെടുകയാണ്, വിലക്കുകയാണ്. പക്ഷേ വിലക്ക് ലംഘിച്ചു എന്ത് ചെയ്യപ്പെട്ടു, യോഗം കൂടി. ആ വിലക്ക് ലംഘിച്ച് യോഗം കൂടിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിലക്ക് ലംഘിച്ചതിൽ ഉള്ള അമർഷം ബ്രിട്ടീഷ് പോലീസ് തീർത്തത് ജാലിയൻ വാലാബാഗിൽ വെടിവെച്ചുകൊണ്ടാണ്. അതായത് ആ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്യപ്പെടുന്നു, റെജിനാൾഡ് ഡയർ എന്ന് പറയപ്പെടുന്ന പട്ടാള ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്ത് ചെയ്യപ്പെടുകയായിരുന്നു, വെടിവെച്ചതുകൊണ്ടായിരുന്നു. ഈ യോഗം നിരോധിച്ച അല്ലെങ്കിൽ വെടിവെക്കാൻ ഉത്തരവിട്ടത് മൈക്കിൾ ഒ ഡയർ എന്ന് പറയപ്പെടുന്ന വേറൊരു വ്യക്തിയാണ്. അദ്ദേഹം പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു. അപ്പം 2 ഡയർമാരുടെയും ഉത്തരവ്, അല്ലെങ്കിൽ 2 ഡയർമാരുടെയും പ്രവൃത്തി നമുക്ക് പറയാം, അല്ലയോ? മൈക്കിൾ ഒ ഡയർ യോഗം വിലക്കുന്നു, യോഗം പിരിച്ചുവിടാൻ പറയുന്നു. യോഗം പിരിച്ചുവിടാനെത്തിയ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ വെടിവെക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. അതിലധികം ആൾക്കാർ എന്ത് ചെയ്യപ്പെട്ടു, വികലാംഗരായി. അങ്ങനെ രാജ്യത്തിന്റെ ചോരയിൽ കുതിർന്ന അധ്യായമായിരുന്നു എന്ന് പറയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വിരുദ്ധർക്ക് പോലും, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വിരുദ്ധർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ റെജിനാൾഡ് ഡയറെ ആർമിയിൽ നിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ മൈക്കിൾ ഒ ഡയറിനെ ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു, ട്രാൻസ്ഫർ ചെയ്തു. 1940 ഈ ബ്രിട്ടനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയ മൈക്കിൾ ഒ ഡയറിനെ അവിടെ പോയി വെടിവെച്ചു വന്ന ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ലെജൻഡ്സ് ഓഫ് ഉദ്ധം സിംഗ്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന എന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മാർട്ടിയേഴ്സ് ഡേ എന്നാണ്, ഏപ്രിൽ 13 മറക്കരുത്. ഓക്കെ, ഹു ഫൗണ്ടഡ് ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ? നമ്മുടെ നെയ്ത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ട് ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഈ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചതിന് ശേഷമാണ് മഹാത്മാഗാന്ധിജി എന്ത് ചെയ്യപ്പെടുന്നത്, ഈ സ്വന്തം ചർക്കയിൽ നീർത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ അല്പവസ്ത്രധാരിയായിട്ട് മാറിയത്. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ പുള്ളിയെ കളിയാക്കി വിളിക്കുന്നത് ഹാഫ് നേക്കഡ് ഫക്കീർ, അർത്ഥനഗ്നനായിട്ടുള്ള ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിലൊക്കെ വിളിച്ചത്. അപ്പം ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് മില്ല് സ്ഥാപിച്ചത് ആരാണ്, മഹാത്മാ ഗാന്ധിജിയാണ്. ഈ കഴിഞ്ഞ വർഷം ഈ ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ എന്ന് പറയപ്പെടുന്ന സംഘടന ഇപ്പോഴും നിലവിലുണ്ട്. ഇതിപ്പോ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇവരുടെ കലണ്ടറിൽ നിന്ന് മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റിയതിനൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിക്കാം, ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്, മഹാത്മാ ഗാന്ധിജിയാണ്. ഓക്കെ, അടുത്തത് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഇൻ ODI എന്ന് പറയപ്പെടുന്നത്, അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് 50 ഓവർ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എത്രയാണെന്ന്, അത് ആരാ അടിച്ചതെന്ന്. 2014 ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു ഏകദിന മത്സരത്തിൽ ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ 264 റൺസ് അടിച്ചു. ഇതാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന സ്കോർ. ആരാ അടിച്ചത്, രോഹിത് ശർമ്മ. ആർക്കെതിരെ അടിച്ചത്, ശ്രീലങ്കയ്ക്കെതിരെ. എന്നാ അടിച്ചത്, 2014. എന്നാ അടിച്ചത്, 2014. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഇൻ ODI, 1 ഡേ ഇന്റർനാഷണലിലെ ഏറ്റവും ഉയർന്ന സ്കോർ പേരിലാണ് ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന, അല്ലയോ, ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികളുള്ള രോഹിത് ശർമ്മ 1 ഡബിൾ സെഞ്ചുറി അല്ല അടിച്ചിട്ടുള്ളത്, 3 ഡബിൾ സെഞ്ചുറികൾ അടിച്ചിട്ടുള്ളത്. എത്ര ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുള്ളത്, 3 ഡബിൾ സെഞ്ചുറി അടിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി അടിക്കുന്നത് സച്ചിനാണ്. അപ്പോൾ എന്നിട്ട് സച്ചിനൊക്കെ ഡബിൾ സെഞ്ചുറി അടിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതമാണ്, അയ്യോ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറിയോ. പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു, ഒരാൾ തന്നെ 3 എണ്ണം അടിച്ചു, രോഹിത് ശർമ്മ. ഓക്കെ, സ്പോർട്സിൽ നിന്നാണ് അടുത്ത ചോദ്യം. എൽ ക്ലാസിക്കോ ഫുട്ബോൾ റൈവറി ഈസ് ബിറ്റ്വീൻ വിച്ച് ടീംസ്? എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ റൈവറി, ഫുട്ബോൾ മത്സരങ്ങൾ, റൈവറി എന്ന് പറയപ്പെടുമ്പോൾ അറിയാലോ, ഒരു പോരാട്ടം ആരൊക്കെ തമ്മിലുള്ളതാണ്. സ്പാനിഷ് ലീഗ്, ലാ ലീഗ എന്ന് നമ്മൾ വിളിക്കും. സ്പാനിഷ് ലീഗ് യൂറോപ്പിലെ ടോപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ലാ ലീഗ. ലാ ലീഗയിൽ 2 പ്രധാനപ്പെട്ട ക്ലബ്ബുകളുണ്ട്. റയൽ മാഡ്രിഡ് എന്ന് പറയപ്പെടുന്ന ഒരു ക്ലബിന്റെ പേരെന്താണ്, റയൽ മാഡ്രിഡ് എന്ന് പറയപ്പെടുന്ന ക്ലബ്ബ്. അതുപോലെ തന്നെ ബാഴ്സലോണ. ഇവർ തമ്മിൽ നടക്കുന്ന പോരാട്ടങ്ങളാണ് എപ്പോഴും എന്തെന്ന് അറിയപ്പെടുന്നത്, എൽ ക്ലാസിക്കോ എന്ന് പറയപ്പെടുന്നത്. അന്നും ഇന്നും എന്നും എൽ ക്ലാസിക്കോ എന്താണ്,
വളരെ വലിയൊരു ഫുട്ബോൾ റൈവറിയാണ്. ഒരേ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ കൂടുതൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറയപ്പെടുന്ന ക്ലബ്ബിലും ബാഴ്സലോണ എന്ന് പറയപ്പെടുന്ന ക്ലബ്ബിലും സ്പെയിൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന താരങ്ങളുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ വലിയൊരു റൈവറി ആയിട്ട് ഇത് മാറി ഈ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ മത്സരങ്ങൾ. എന്തോ മത്സരങ്ങൾ മാറി? എൽ ക്ലാസിക്കോ മത്സരങ്ങൾ മാറി. ഒരു സമയം എന്ന് പറയപ്പെടുമ്പോൾ ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പൊക്കെ റയൽ മാഡ്രിഡിലെ പ്രധാനപ്പെട്ട കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. ബാഴ്സലോണയുടെ താരം എന്ന് പറയപ്പെടുന്നത് ലയണൽ മെസ്സി ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി പോരാട്ടങ്ങളായിട്ട് എന്ത് മാറി? ഒരു സമയത്ത് ഇത് മാറി. പിന്നെ അതിനു മുമ്പ് ഓരോ സമയങ്ങളിലും ആ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് റയൽ മാഡ്രിഡും ബാഴ്സലോണയും എന്ത് ചെയ്യപ്പെടുന്നത്, കളിക്കുന്നത്. അപ്പോൾ എൽ ക്ലാസിക്കോ ആരൊക്കെ തമ്മിലുള്ള മത്സരങ്ങളാണ്? റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരങ്ങളാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. അപ്പം നമ്മുടെ ഈ പബ്ലിക് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാം ഓൺലൈനിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ വളരെ വേഗതയിൽ അതിൻ്റെ സർവീസസ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പരിപാടിയാണ് ഇത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയപ്പെടുന്നത് അഡ്മിനിസ്ട്രേഷനിൽ, അല്ലയോ? അപ്പം എന്താണ്, സാങ്കേതിക വിദ്യ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന എല്ലാ മേഖലയിലും ഇപ്പം ഡിജിറ്റലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? കേരളമാണ്, അല്ലയോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? കേരളമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ മിനിസ്റ്ററുടെ പേരെന്ത്? ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ മിനിസ്റ്ററുടെ പേരെന്താണ്? അശ്വനി വൈഷ്ണവ്. ഈ ചോദ്യം പഠിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. 2024 മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കും, പൊതുതെരഞ്ഞെടുപ്പ് നടക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം എന്ത് ചെയ്യപ്പെടും? പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരും. അപ്പോൾ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള മറ്റ് മന്ത്രിമാരുടെ പേരുകളും വിശേഷങ്ങളും എല്ലാം എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രിയുടെ പേര് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ആരാണ്? അശ്വനി വൈഷ്ണവാണ് നിലവിലെ ഏതെന്ന് പറയപ്പെടുന്നത് റെയിൽവേ മന്ത്രി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്, കൂടുതൽ മന്ത്രിമാരുടെ പേര് ഞാൻ പറയാൻ തന്നെ കാരണം മനസ്സിലായല്ലോ. മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യപ്പെടും? തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ മന്ത്രിമാർ വരും. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ പേര് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും? പരീക്ഷയ്ക്ക് ചോദിച്ചു. നമ്മൾ ഈ കേന്ദ്രമന്ത്രിമാരെ ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. നിലവിലെ കേന്ദ്രമന്ത്രിമാരെ ഒരു കൈകാര്യം ചെയ്യുന്ന വകുപ്പും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അതിനകത്തുനിന്ന്. അപ്പോൾ റെയിൽവേ മന്ത്രിയുടെ പേരാണ് ചോദിച്ചത്, അശ്വനി വൈഷ്ണവ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയട്ടെ. സോഷ്യൽ വെൽഫെയർ സ്കീമിൽ നിന്നൊരു ചോദ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് സ്കീം ലോഞ്ച്ഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ഗേൾസ് ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 10. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? സുകന്യ സമൃദ്ധി യോജന. എന്താണ്? സുകന്യ സമൃദ്ധി യോജന. 2015 മുതൽ ഇന്ത്യയിലുള്ള ഒരു പദ്ധതിയാണ് ഇത്, സുകന്യ സമൃദ്ധി യോജന. കേന്ദ്ര വനിതാ ശിശു വകുപ്പാണ് ഇത് നടത്തുന്നത്. മനസ്സിലായല്ലോ? വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്ററി. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, സ്മൃതി ഇറാനി. ആ ഒരു വകുപ്പിന്റെ കീഴിലാണ് എന്ത് നടത്തുന്നത്? ഈ പറഞ്ഞ സുകന്യ സമൃദ്ധി യോജന പദ്ധതി നടക്കുന്നത്. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ, മനസ്സിലായല്ലോ, ആ പെൺകുട്ടിയുടെ പേരിൽ എന്ത് ചെയ്യപ്പെടാം? ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി തുടങ്ങാം, ഒരു നിക്ഷേപ പദ്ധതി തുടങ്ങാം. ആ നിക്ഷേപ പദ്ധതി നമുക്ക് ബാങ്കുകളിൽ തുടങ്ങാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ തുടങ്ങാം. മനസ്സിലായല്ലോ? 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമ്മൾ പണം നിക്ഷേപിക്കണം, പലിശ കിട്ടും. മനസ്സിലായല്ലോ? 250 രൂപ മുതൽ 1,50,000 രൂപ വരെ നിക്ഷേപിക്കാം. എത്ര രൂപ നിക്ഷേപിക്കാം? 250 രൂപ മുതൽ എത്ര രൂപ വരെ നിക്ഷേപിക്കാം? 1,50,000 രൂപ വരെ പെർ ഇയർ, ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യപ്പെടാം? നിക്ഷേപിക്കാം. അങ്ങനെ ഓരോ വർഷവും നിക്ഷേപിക്കുക. വർഷം നിലവിലെ പലിശ നിരക്ക് അനുസരിച്ച് 8.2% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആര് നൽകും? നമുക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കും. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യപ്പെടാം? അതുവരെ നിക്ഷേപിച്ച തുകയും പലിശയെ നമുക്ക് പിൻവലിക്കാം. അതായത് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുടെ പേരിലാണ് പദ്ധതി തുടങ്ങുന്നത്. ഓരോ വർഷവും 250 രൂപയ്ക്ക് 1,50,000 രൂപയ്ക്ക് ഇടയിലുള്ള തുക നമ്മൾ നിക്ഷേപിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അതുവരെ നിക്ഷേപിച്ച തുകയും പലിശയും ചേർത്ത് നല്ലൊരു തുകയാവും. അതെന്ത് ചെയ്യപ്പെടാം? ആ പെൺകുട്ടിയുടെ പേരിലേക്കാവും. രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കാര്യം പണത്തിന്റെ കുറവ് കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, പണത്തിന്റെ കുറവ് കൊണ്ട് ആരോഗ്യം, അല്ലയോ, അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന, പണത്തിന്റെ കുറവ് കൊണ്ട് സോഷ്യലി കിട്ടുന്ന അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ രാജ്യത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ന്യൂട്രീഷ്യൻസിയുടെ പ്രശ്നമാണ്, പോഷകാഹാരത്തിന്റെ പ്രശ്നമാണ്. അടുത്ത പ്രശ്നം എന്ന് പറയപ്പെടുന്നത് എന്താണ്? ചൈൽഡ് മാരേജിന്റെ പ്രശ്നമാണ്.
10-14 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ എന്ത് ചെയ്യപ്പെടും? വിവാഹം കഴിക്കപ്പെടും, അല്ലയോ? അതിപ്പോഴും ഉണ്ട്. ഭരണഘടന 18 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എന്ന് പറഞ്ഞാലും രാജ്യത്ത് ചൈൽഡ് മാരേജ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നും തുടരുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കുക, അല്ലയോ? നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് സമൂഹത്തിന് ഒരു പൊതുബോധമാണ് പെൺകുട്ടികൾ ഒരുപാട് പഠിക്കേണ്ടതില്ല എന്നൊരു പൊതുബോധമുണ്ട്. നമ്മളിപ്പോൾ കേരളക്കാർക്ക് അങ്ങനൊരു നമ്മളത് കേൾക്കുമ്പോൾ കേരളമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യപ്പെടാം, അത്രയും വലിയൊരു അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ പല സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൊതു കാരണം എന്ന് പറയപ്പെടുന്നത് എന്താണ്? സാമ്പത്തികത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പെൺകുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിയേ, ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഗവേണൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ബുക്ക് ആരാണ് എഴുതിയത്? 2019 അമിതാഭ് കാന്ത് എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് എഴുതിയ ബുക്കാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഗവേണൻസ് എന്ന് പറയപ്പെടുന്ന ബുക്ക്. അമിതാഭ് കാന്ത് ആരാണ്? അമിതാഭ് കാന്ത് നമ്മളുടെ നീതി ആയോഗിന്റെ ഫോർമർ CEO ആയിരുന്നു. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യയുടെ ഫോർമർ CEO ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് ആര്? അമിതാഭ് കാന്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു നമ്മൾ ഈ പരീക്ഷ എഴുതുന്ന തവണ, അതിപ്പോൾ 2019 എഴുതിയ ബുക്ക് 2020 പരീക്ഷയ്ക്കാണ് ഈ ചോദ്യം ചോദിച്ചത്. 2021 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 എന്ന് പറയപ്പെടുന്ന ബുക്ക് എഴുതിയത് ആര് എന്ന് പറയപ്പെടുന്ന ചോദ്യം. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലായല്ലോ. ഓക്കെ, സോ കൂട്ടുകാരെ, വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ എടുത്തോളൂ. അത് അത്ര എടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ സീരീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരേ സീരീസിൽ നിങ്ങളുടെ കൈകളിലേക്ക് തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിച്ചു? എന്താണ്? ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചോദ്യം ചോദിച്ചു, അല്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് ചോദ്യം ചോദിച്ചു. മോഡേൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ഇക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു, അല്ലയോ? ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ലിറ്ററേച്ചർ, അതായത് എഴുത്ത് ബുക്കിന്റെ പേരൊക്കെ ചോദിക്കുന്ന എൻ്റെ ഇതാക്കാം, ലിറ്ററേച്ചറിൽ നിന്ന് പേര് ചോദിക്കാം, ചോദ്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു, അല്ലേ? അപ്പം SSC GD കോൺസ്റ്റബിളിന് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകളൊന്നും മനസ്സിലായി നമുക്ക്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലായി, അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളത് ചോദിച്ചത്. അപ്പം SSC GD കോൺസ്റ്റബിളിന്റെ പരീക്ഷ ഉടനെ എത്തുമ്പോൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോകണം. ഈ സീരീസ് ഇനിയും എന്ത് ചെയ്യപ്പെടും? മുന്നോട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യപ്പെടും? ഇതേപോലെ വളരെ ചെറിയ സമയം കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകും. അപ്പോൾ എൻട്രി ആപ്പിലൂടെ SSC GD കോൺസ്റ്റബിളിന്റെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ എന്ത് ചെയ്യപ്പെടുക? എൻട്രി ആപ്പിലൂടെ പഠനം ആരംഭിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്ത് ചെയ്യപ്പെടുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഈ പരീക്ഷകൾ എഴുതുന്ന, അല്ലയോ, SSC GD കോൺസ്റ്റബിളിന്റെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എൻട്രി ആപ്പിന്റെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.